എയിംസപ്പിൻ്റെ പെരുന്നാട് വിപ്ലവത്തിൻ്റെ 110-ാം വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീമതി പ്രീത അവർകൾ, സ്വാഗതം ആശംസിച്ച ശ്രീമതി മനോജ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയ ശ്രീ PC വിഷ്ണുനാഥ്, മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ TS ശ്യാംകുമാർ അവർകൾ, ഈ യോഗത്തിൽ ആശംസ നടത്തിയ ശ്രീമതി ദിവ്യ ജയകുമാർ, ബ്ലോക്ക് മെമ്പർ ശ്രീ B ദിനേശ്, ബ്ലോക്ക് മെമ്പർ ശ്രീ മഠത്തിൽ സുനിൽ, മറ്റ് ജനാധിപത്യ വിശ്വാസികളെ, ഇത്തരമൊരു എയിംസപ്പ് എന്ന് പറയുന്ന സംഘടന നമ്മുടെ ഈ പെരുന്നാളിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ പൊതുവിടം പാർക്കിന് അയ്യങ്കാളിയുടെ പേര് നൽകുക എന്നുള്ളതാണ്. ഇതിനൊരു പക്ഷേ ഒരു കാരണക്കാരനാകുവാൻ ഞാൻ വിശ്വസിക്കുന്ന എന്നോടൊപ്പമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരും ആണ് കാരണമെന്ന് ഇവിടെ എല്ലാവർക്കും, പെരുന്നാളിൽ ഒരുവിധം പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. പെരുന്നാട് പഞ്ചായത്തിൽ ഞാനൊരു ജനപ്രതിനിധിയായി വന്ന അന്ന് മുതൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, ഇവിടെ ഒരു ഉചിതമായ സ്മാരകം, ഒരു അയ്യങ്കാളി ജയന്തി വന്നാൽ പോലും, ഒരു പുഷ്പാർച്ചന നടത്തുവാൻ പോലും ഈ പെരുന്നാടിൻ്റെ മണ്ണിൽ അതിനാവശ്യമായൊരു സ്മാരകമില്ല. താഴെ ഇതിൻ്റെ ഒരു ശാഖായോഗത്തിൻ്റെ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമയിലാണ്, ഈ കൃഷ്ണനടയുടെ അപ്പുറത്തായിട്ടുള്ള അവിടെയാണ് പുഷ്പാർച്ചന നടത്താനുള്ള പ്രതിമയുള്ളത്. അപ്പോൾ ഈ ഇടം പാർക്കിൻ്റെ 2025 ഓഗസ്റ്റ് മാസം 26-ാം തീയതി നടന്ന കമ്മിറ്റിയിൽ, ആഗസ്റ്റ് മാസം 26-ാം തീയതിയാണ് കമ്മിറ്റി നടന്നത്. ഇടം പാർക്കിനെ കുറിച്ച് ചർച്ചയായി, അജണ്ടയിൽ വെച്ച ചർച്ചയായിരുന്നു. അജണ്ടയിൽ ഇതായിരുന്നു, ഇടം പാർക്കിന് VS അച്യുതാനന്ദൻ്റെ പേര് നൽകണം, ചർച്ചയായിരുന്നു. അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ അവിടെ വെച്ച് പറയുകയുണ്ടായി, ഇത് ആ പേരല്ല നമുക്ക് നല്ലത്, അദ്ദേഹത്തിൻ്റെ വില കുറച്ച് കണ്ടുകൊണ്ടോ അദ്ദേഹമാണ് അത്, അങ്ങനെയല്ല. തൽക്കാലം ഇപ്പോൾ നമ്മുടെ പെരുന്നാട് പഞ്ചായത്തിന് ആകപ്പാടെയുള്ള ഒരു ഭൂമി എന്ന് പറയുന്ന സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയുള്ള നമ്മുടെ ഒരുമാതിരിപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അന്യാധീനപ്പെട്ട് മാറിപ്പോയി. ഇപ്പോൾ ഫാഷൻ ടെക്നോളജി വേറെ ഇൻസ്റ്റിറ്റ്യൂഷനായി പോയി. അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട സ്ഥാപനങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് പെരുന്നാടിൻ്റെ ഹൃദയമാണ്. പെരുന്നാട് പഞ്ചായത്തിൻ്റെ വില്ലേജ് ഓഫ് ഹൃദയഭാഗത്ത് ഇത് നമുക്കൊരു അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളിയുടെ പേരാണ് ഇതിന് നൽകേണ്ടത്. അവിടെ അയ്യങ്കാളിയുടെ ഒരു പ്രതിമയും, പൂർണ്ണകായ പ്രതിമയും, അതുപോലെ തന്നെ അദ്ദേഹം നടന്ന ഈ പറയുന്ന കല്ലുമാല സമരത്തിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഈ ഭിത്തികളിലെല്ലാം അത്തരമുള്ള ആ സ്മാരകം ഒരാൾ വന്നു കയറിയാൽ എന്തായിരുന്നു എന്ന് അറിയത്തക്ക രീതിയിലുള്ള ഒരു സ്ഥാപനമാക്കി ഇടം പാർക്കിനെ മാറ്റണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ അവിടെ അത് വോട്ടിങ്ങിനായി പോയി കൈപൊക്കിയ ഭൂരിപക്ഷമായി. അപ്പോൾ 9 പേര് അന്ന് ഹാജരായിരുന്ന അവർ 9 പേര് CPM-യുടെയും CPI-യുടെയും 9 പേരും വെച്ച് VS അച്യുതാനന്ദന് വേണ്ടി ചർച്ച കഴിഞ്ഞപ്പോൾ കൈപൊക്കി ഭൂരിപക്ഷം തെളിയിച്ചു. ഞങ്ങൾ 5 പേരാണ് ഹാജർ. 5 പേര് മഹാത്മാ അയ്യങ്കാളിയുടെ പേരെന്നുള്ള നിർദ്ദേശത്തിന് വേണ്ടി ശക്തമായി വാദിച്ചു. പിറ്റേന്ന് കോൺഗ്രസിൻ്റെ അവർ തോപ്പിൽ രവിയുടെ പേര് വെക്കണം എന്നുള്ള രീതിയിലേക്ക് നിർദ്ദേശം വെച്ചു. അവരതിനു വേണ്ടി കൈപൊക്കി. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിൽക്കും. അതിനായിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനം ഇതിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിവേദനം ഉൾപ്പെടെ ഞങ്ങൾ 6 മെമ്പർമാരും ഇതിനെ ഒപ്പിട്ട് വിയോജനക്കുറിപ്പ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയതാണ്. ഞാൻ ഈ കാര്യം പറയാൻ സാധിച്ചത് ഇതിൻ്റെ അവകാശങ്ങളോ ഇതിൻ്റെ ഈ പറയുന്ന അവകാശങ്ങളോ നേടിയെടുക്കാനൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ശക്തിയാണ് ഇതിനെല്ലാം കാരണം. ഞാൻ എന്നിട്ട് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട KPMS ഉൾപ്പെടെയുള്ള സംഘടനയുടെ എല്ലാവരെയും കണ്ടു. എയിംസപ്പിൻ്റെ ആൾക്കാരെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഇതിനെതിരെ പ്രതികരിക്കണം. പക്ഷേ നിങ്ങളുടെ പ്രതികരണം ഉണ്ടായത് കൊണ്ടാണ് ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മിനിറ്റ്സ് ക്ലോസ് ചെയ്യേണ്ട മിനിറ്റ്സ് ഇതുവരെ ആ പെരുന്നാട് പഞ്ചായത്ത് ആ മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ചെന്ന് പറഞ്ഞു, ആ മിനിറ്റ്സിൻ്റെ കോപ്പി തരണം. ഈ കമ്മിറ്റി തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു, മിനിറ്റ്സിൻ്റെ കോപ്പി തരണം. നിങ്ങൾ എന്താണ് ഇവിടെ തീരുമാനമുണ്ടോ? പക്ഷെ നിങ്ങളുടെ ആ തീരുമാനം, നിങ്ങൾ ഒറ്റക്കെട്ടായി ഏകകണ്ഠമായി നിന്ന ആ എയിംസപ്പിന്റെ നടപടിയുടെ ഭാഗമായി ആ കമ്മിറ്റിയിൽ എടുക്കാത്ത ഒരു തീരുമാനം എഴുതി വെച്ചു. അവരെഴുതി വെച്ചത് പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഇടം പാർക്കിന് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേര് നൽകുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു. ഇത് സംബന്ധിച്ച് നിലവിൽ തീരുമാനം എടുക്കേണ്ടതില്ല എന്നും പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് അജണ്ട മാറ്റിവെച്ചതെന്ന് തീരുമാനിച്ചു എന്ന് ഇന്ന് എങ്കിലും മിനിറ്റ്സ് ക്ലോസ് ചെയ്യേണ്ട വിശദമായി ഞങ്ങൾ വിയോജനക്കുറിപ്പിനകത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ തരാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ശക്തി കൊണ്ടാണ്
ഈ പറയുന്നത് ഈ ഭരണസമിതിയെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് സത്യം തന്നെയാണ്. സംഘടന കൊണ്ട് ശക്തരാകണമെന്നുള്ളത് വളരെ ഓരോ സമുദായത്തിൻ്റെയും ലക്ഷ്യം തന്നെ. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിലുള്ള ഉച്ചനീചകത്തിനെതിരെ എല്ലാവിധ മഹാത്മാ അയ്യങ്കാളുടെ ഒപ്പം തന്നെ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, ചട്ടമ്പി സ്വാമി തിരുവടികളാകട്ടെ, ഇവരെല്ലാം തന്നെ ഈ ഉച്ചനീചത്തിനെതിരെ കേരളത്തിൽ നവോത്ഥന നായകന്മാരാണ്. എവരായിരുന്നു ഈ രാഷ്ട്രീയത്തിന് അതീതമായി, ഈ രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് മുമ്പേ തന്നെ ഇതെല്ലാം തെറ്റാണ്, ഇതെല്ലാം മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക്, ഈ കേരളത്തിൻ്റെ, ഈ ഇന്ത്യയിലാകമാനം, ഈ കേരളത്തിലാകമാനം സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ട് ഈ അയിത്തോച്ചാരണം സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇല്ലാതായത് എന്നുള്ളത്. ഈ പറയുന്ന ഡോക്ടർ TS ശ്യാംകുമാർ അവർ പ്രസംഗിച്ച് നമുക്കറിയാം. എത്രയും കാലം ഇതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി, ഈ പറയുന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ ഈ കേരളത്തിൽ മാറി മാറി മറ്റ സംവിധാനങ്ങളല്ലേ നമ്മളെ ഇങ്ങനെ എത്തിച്ചത് എന്നുള്ള സംവിധാനം നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു സമരം ഇന്ന് പ്രസിഡന്റ് ഒരു കമ്മിറ്റി തീരുമാനം അല്ലാതെ തന്നെ പ്രഖ്യാപിച്ചെങ്കിലും അങ്ങനെ പറയുകയും, അത് നിങ്ങളുടെ ശക്തിയുടെ മുന്നിലുള്ള വിജയമാണ്. ആ ശക്തിയാണ് വിജയിച്ചത്. നിങ്ങൾ ഒത്തൊരുമയാണ് വിജയിച്ചത്. ഈ ഒത്തൊരുമ ഏത് സംഘടനയ്ക്കും ആവശ്യമാണ്. AIMSF എന്ന് പറയുന്ന ഈ പറയുന്ന ഗസറ്റ് ഓഫീസ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷനേഴ്സിൻ്റെ സംഘടനയാണ് AIMSF. അവർ തുടങ്ങി വെച്ച ഈ സമരത്തിൻ്റെ വിജയം തന്നെയാണ് ഇത്. ഇതിനു മുന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേർക്കും എല്ലാവിധ ആ ശക്തിയുടെ മുന്നിലുള്ള ഭാവങ്ങളും നേരിടും. പക്ഷെ നിങ്ങൾക്ക് ഈ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഈ പാർക്കിന് ഇടം എന്നുള്ള പാർക്കിന് മഹാത്മാ അയ്യങ്കാളുടെ പേര് വരില്ലായിരുന്നു. BJP ഇവിടെ വരുമ്പോൾ ചിലപ്പം ബോർഡ് കൊണ്ടുവെക്കുമ്പോൾ ഞങ്ങളും ബോർഡ് വെക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. അച്യുതാനന്ദൻ്റെ ബോർഡ് വെച്ചാൽ ഞങ്ങളും മഹാത്മാ അയ്യങ്കാളുടെ ബോർഡ് അന്ന് ഇവിടെ സ്ഥാപിച്ചേനെ. ചിലപ്പം കേസെടുക്കും, ആ വിഷയങ്ങളുണ്ടാവും. പക്ഷേ അതിന് പിന്നിൽ നിങ്ങളുടെ ഈ ശക്തി ഉണ്ടല്ലോ, അതേത് രാഷ്ട്രീയ പാർട്ടിയും ഭയപ്പെടുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങളുടെ ശക്തിക്ക് മുന്നിലാണ് ഇത് വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം എല്ലാം അഴിമതിക്കും ഉച്ചനീചത്തിനുമെതിരെ അത് പിടിച്ചെടുക്കുന്ന, ഞാൻ പറയാം, ഈ വില്ലുവണ്ടി സമരങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള ഈ പറയുന്ന നമുക്കെതിരെയുള്ള ഒറ്റപ്പെടുത്തലിനെതിരെ, ഇത്തരമുള്ള ഈ കാര്യങ്ങൾക്കെതിരെ ചോദിച്ചു വാങ്ങുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് AIMSFൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതിന് ദൈവനിയോഗം പോലെ അല്ലെങ്കിൽ എങ്ങനെയോ നമ്മളുടെ ഈ പറയുന്ന ഭഗവാൻ നിയോഗം പോലെ തന്നെ ഇങ്ങനെ ഇതിനകത്ത് ഭാഗമാക്കാൻ കഴിഞ്ഞതിലും ഞാനും അതിനോടൊപ്പം തന്നെ എൻ്റെ പ്രസ്ഥാനത്തിനും ഇത്രയും ഒരു തീരുമാനത്തിന്, ശക്തമായ തീരുമാനത്തിന് കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ അതിനൊരു എല്ലാവിധ ഞാൻ അതിനെ അഭിമാനിക്കുകയാണ്. ജീവിതത്തിലെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ആ പ്രവർത്തനത്തെ അഭിമാനിക്കുന്നു. AIMSFൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത്തരം സമൂഹത്തിൽ നടക്കുന്ന വേർതിരിവിനെതിരെ, മാറ്റി നിർക്കപ്പെട്ടതിനെതിരെ നിങ്ങൾ ഇത്ര ശക്തമായ സമരം തന്നെ നടത്തുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പെരുന്നാട് ഇതിനു മുമ്പ് തന്നെ ഒരു വലിയ സമരം വെച്ചു. ഇല്ലാത്ത ഒരു ചരിത്രത്തിൻ്റെ പേരിൽ നമുക്കറിയാം, കുണ്ട്ര വിളംബരം നാന്തിരിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞൊരു സ്മാരകം പണിഞ്ഞപ്പോൾ, വേലിത്തമ്പയുടെ സ്മാരകം പണിയുണ്ടെന്നല്ല, അന്ന് പോലും ചർച്ചയായില്ല നമ്മുടെ ഈ പറയുന്ന ഒരു സ്മാരകത്തെക്കുറിച്ചോ ഇങ്ങനെയൊരു സാധനത്തെക്കുറിച്ചോ. യഥാർത്ഥത്തിൽ നമ്മളെ കുണ്ട്ര വിളംബരത്തിന് ഈ പറയുന്ന ആന്തരികമായി യാതൊരു ബന്ധവുമില്ല, ചരിത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ പോലും ചർച്ചയാവാതെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെപ്പെടുന്ന ഭരണസമിതി ഇരുന്നപ്പോൾ ഇത്തരം ഒരു പ്രതിഷേധത്തിലൂടെ ആയാലും ശക്തമായ സമരത്തിൻ്റെ മുന്നറിയിപ്പിലൂടെ ആയാലും അത് നേടിയെടുത്തതിൽ ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഒരു പൊതുപ്രവർത്തനത്തിൽ അഭിമാനിക്കുന്നു. ഇതിൽ പ്രവർത്തിച്ച AIMS സംഘടനയ്ക്കും അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും 1000 ആശംസകൾ നിർത്തുന്നു. നമസ്കാരം.